ഓഗസ്റ്റ് മാസത്തിലെ PSC ബുള്ളറ്റിൻ. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന ജേതാക്കളായി. ഫൈനലിൽ കൊളംബിയയെ 1-0 കീഴടക്കിയാണ് അർജന്റീന ചാമ്പ്യന്മാരായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത് കിരീടമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പ അമേരിക്കയിൽ വെച്ചാണ് നടന്നത്. അത് ജയിച്ചത് അർജന്റീന. കൊളംബിയയെ പരാജയപ്പെടുത്തി 16ാമത് കിരീടമാണ് നേടിയത്. യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാരായി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-0 തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളായത്. സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് 4ാം തവണയാണ്. ഇപ്പുറത്ത് 4 ആണെങ്കിൽ അതിൻ്റെ സ്കോർ ഇപ്പുറത്ത് 16. അപ്പോൾ യൂറോ കപ്പ് ജർമ്മനിയിലാണ് നടന്നത്. അത് ജയിച്ചത് സ്പെയിനാണ്. അപ്പോൾ സ്പെയിനിൻ്റെ 4ാമത് വിജയവും അർജന്റീനയുടെ 16ാമത് വിജയം. ഒളിമ്പിക്സിൻ്റെ 33ാമത് പതിപ്പ് ജൂലൈ 26 പാരീസിൽ തുടങ്ങി. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 16 ഇനങ്ങളിലായി 117 താരങ്ങളാണ് പങ്കെടുത്തത്. 117 താരങ്ങളിൽ 70 പുരുഷന്മാരും 47 സ്ത്രീകളുമാണ്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈന ഷൂട്ടിങ്ങിൽ സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം നേടിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്, ഷൂട്ടിങ്ങിലാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മനു ഭാക്കറിന്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിൽ ആദ്യ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അപ്പോൾ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ് പ്രഖ്യാപിച്ചു. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസാണ് ഈ വർഷത്തെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് ജേതാവ്. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസാണ് ഈ വർഷത്തെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് ജേതാവ്. ഇതിഹാസ താരം സെർബിയയുടെ നോവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് അൽക്കാരസ് കിരീടം ചൂടിയത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബറ ക്രജിക്കോവയ്ക്കാണ് ഈ വർഷത്തെ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം. ഇറ്റലിയുടെ ജാസ്മിൻ പൗളീനിയെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാൻഡർ പേസും വിജയ് അമൃതരാജും ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ. ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് പേസും അമൃതരാജും. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ചു പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിലാണ് ATV അഥവാ അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ എന്ന റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറന്നത്. അപ്പോൾ ഇന്ത്യയുടെ അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ആദ്യ റോക്കറ്റാണ് ATV. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക് ഹാളിൻ്റെയും പേര് മാറ്റി. ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപമെന്നും അശോക് ഹാളിന് അശോക് മണ്ഡപമെന്നും പേര് നൽകി. ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദര ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ലോകമാന്യ തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായ സുധാ മൂർത്തിക്ക്. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോകമാന്യ തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായ സുധാ മൂർത്തിക്ക്. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ്റെ ചിത്രം പതിപ്പിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കി ഫ്രഞ്ച് മ്യൂസിയം. പാരീസിലെ ഗ്രെവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാൻ്റെ പേരിൽ സ്വർണ്ണ നാണയം ഇറക്കിയത്. കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് MR രാഘവ വാര്യർക്കും CL ജോസിനും. കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് MR രാഘവ വാര്യർക്കും CL ജോസിനും സമർപ്പിക്കും. നിക്കോളാസ് മഡുറോ തുടർച്ചയായി 3ാമതും വെനസ്വേലയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂദിനെ UAE പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി നിയമിച്ചു.
നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി അധികാരമേറ്റു. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയാണ് KP ശർമ്മ ഒലി. വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ഉർസുല വോണ്ടർ ലൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ഉർസുല വോണ്ടർ ലൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി. വിനയ് മോഹൻ ക്വാത്രയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി. വിനയ് മോഹൻ ക്വാത്ര. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. തിരുവനന്തപുരം ജില്ലയുടെ പുതിയ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു. ജെറോമിക് ജോർജിൻ്റെ പിൻഗാമിയായിട്ടാണ് അനുകുമാരി നിയമിതയായത്. ജസ്റ്റിസ് N. അനിൽകുമാറിനെ പുതിയ ലോകായുക്തയായി നിയമിച്ചു. കേരളത്തിലെ പുതിയ ലോകായുക്തയാണ് N. അനിൽകുമാർ. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കൈലാസനാഥൻ നിയമിതനായി. പുതുച്ചേരിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് മലയാളിയായ കൈലാസ് നാഥ്. ചൈനയുടെ ചാന്ദ്രദൗത്യമായി ചാങ്ങി 5 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തി. സിംബാബ്വേക്കെതിരെ T20 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. സിംബാബ്വേക്കെതിരെ T20 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രശസ്ത ഹൃദയശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വെല്ലിത്താൻ എന്ന MS വെല്ലിത്താൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്ത്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്ത വെല്ലിത്താൻ 20 വർഷത്തോളം അതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി എന്ന M. മണി അന്തരിച്ചു. പ്രശസ്ത കവിയും അധ്യാപകനുമായ പ്രൊഫസർ KK ഹിരണ്യൻ അന്തരിച്ചു. അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമി പുരസ്കാര ജേതാവുമായ ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു. വിഖ്യാത ഐറിഷ് എഴുത്തുകാരി എഡ്ന ഒ ബ്രയാൻ അന്തരിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ മനു ഭാക്കറും സരബ്ജോത് സിംഗും വെങ്കല മെഡൽ നേടി. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് മിക്സഡ് ഇനത്തിൽ മനു ഭാക്കറിനൊപ്പം സരബ്ജോത് സിംഗ് വെങ്കലം നേടി. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ. പാരീസ് ഒളിമ്പിക്സിലെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുസാലെ വെങ്കല മെഡൽ നേടി. പാരീസ് ഒളിമ്പിക്സിലെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുസാലെ വെങ്കല മെഡൽ നേടി. പുരുഷന്മാരുടെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത്. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ. സ്പെയിനിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കല മെഡൽ നേടിയത്. അപ്പോൾ ഹോക്കിയിൽ വെങ്കലം നേടിയത് സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുണ്ട്. 2 ഒളിമ്പിക്സ് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളിയാണ് ഹോക്കിയിലെ ഗോൾ കീപ്പറായിട്ടുള്ള PR ശ്രീജേഷ്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗാട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെയിൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെയിൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമായി അമേരിക്കയുടെ നോഹ ലൈൽസ്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ 5ാമത്തെ താരമായി
സെർബിയയുടെ നോവാക് ജോക്കോവിച്ച്. ആന്ദ്രെ അഗാസി, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, റഫേൽ നദാൽ. അവർക്ക് ശേഷം 5ാമത്തെ വ്യക്തിയായി നോവാക് ജോക്കോവിച്ച് ഗോൾഡൻ സ്ലാം നേടി. 4 ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. പട്ടികയിൽ 71ാം സ്ഥാനമാണ് ഇന്ത്യയുടേത്. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ നേടി അമേരിക്ക 1ാം സ്ഥാനത്തും 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവും നേടി 91 മെഡലുകളുമായി ചൈന 2ാം സ്ഥാനത്തും പട്ടികയിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ നേടിയത് 6 മെഡലുകൾ, 5 വെങ്കലവും 1 വെള്ളിയും, 71ാം സ്ഥാനം. ഫസ്റ്റ് അമേരിക്ക 40, 44, 42, 126 മെഡലുകൾ. 2ാം സ്ഥാനം ചൈന 40, 27, 24, അങ്ങനെ 91 മെഡലുകളായി ചൈന. അപ്പോൾ അമേരിക്ക, ചൈന, ഇന്ത്യ 71ാം സ്ഥാനം. 2028 ഒളിമ്പിക്സിൻ്റെ വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ജൂലൈ 31 പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാകുകയും ചെയ്തു. യഥാർത്ഥ കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ജൂലൈ 31 വയനാട് ജില്ലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. UPSC ചെയർപേഴ്സണായി പ്രീതി സുധനെ നിയമിച്ചു. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനൻറ്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനൻറ്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി. KC വേണുഗോപാലിനെ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു. KC വേണുഗോപാൽ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തു. ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി ഗുജറാത്ത് സ്വദേശിയായ സഫിൻ ഹസൻ ചുമതലയേറ്റു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി ഗുജറാത്ത് സ്വദേശിയായ സഫിൻ ഹസൻ ചുമതലയേറ്റു. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു. കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് ലഭിച്ചത്. ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. അപ്പോൾ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂനസ്. ഡോക്ടർ PT ബാബുരാജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിച്ചു. അപ്പോൾ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറാണ് PT ബാബുരാജ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവരിൽ മലയാളി ശാസ്ത്രജ്ഞരായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനും പുരസ്കാരങ്ങൾ ലഭിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ്റ്റ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് T പത്മനാഭന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് T പത്മനാഭന്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. അപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യർ പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. പിന്നണി ഗായിക കോഴിക്കോട് പുഷ്പ അന്തരിച്ചു. വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനും ആയിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. ഇംഗ്ലണ്ട് മുൻ ബാറ്റർ ഗ്രഹാം തോർപ്പ് അന്തരിച്ചു. ചൈനീസ് US ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ ജേതാവുമായ സങ് ദാവോലി അന്തരിച്ചു. കേരളത്തിലെ മുൻ തദ്ദേശ
വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. കായിക കേരളത്തിൻ്റെ പരിശീലകൻ ഡോക്ടർ SS കൈമൾ അന്തരിച്ചു. മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് അന്തരിച്ചു.